HMP വൈറസിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പുതിയ വൈറസ് കണ്ടുപിടിക്കപ്പെട്ടുവെന്നാണ്. എന്നാൽ ഇത് പുതിയ വൈറസ് അല്ലെന്നും മുൻപേ കണ്ടുപിടിക്കപ്പെട്ടതാണെന്നും ICMR തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2001 ഇത് ആഗോളതലത്തിൽ കണ്ടുപിടിക്കപ്പെട്ടത്. പക്ഷേ അതിനും 50 വർഷം മുൻപ് തന്നെ ഈ വൈറസ് വ്യാപിച്ചിരുന്നുവെന്നാണ് വൈദ്യശാസ്ത്ര ലോകം പറയുന്നത്. കേരളത്തിൽ 2023-ലും 24-ലും സാമ്പിൾ പരിശോധനയിൽ ഈ വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായ വാർത്തകളാണ്, വാസ്തവവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ്. റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയുടെ ഭാഗമായി ഈ വൈറസ് പലതവണ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023-ലെയും 24-ലെയും ഡേറ്റ എടുത്താൽ 11 സാമ്പിളുകളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററും വലിയൊരു സാമ്പിൾ അല്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ വൈറസ് അല്ല. ആഗോളതലത്തിൽ തന്നെ 2001 കണ്ടുപിടിച്ചു, അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലും അനേക വർഷങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നൊരു വൈറസാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന രീതിയിൽ, ഭീതിപ്പെടുത്തുന്ന നിലയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ വരുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് തെറ്റിദ്ധരിപ്പിക്കരുത്, ആശങ്ക പടർത്തരുത് എന്നുള്ളതാണ് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ത്യയിൽ അനേക വർഷങ്ങളായി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് ഇത്. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ചില രാജ്യങ്ങളിൽ വൈറസ് വ്യാപനം കൂടിയതായുള്ള വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്നും ഓരോ ജില്ലാ തലത്തിലും കൂടുന്നുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഗർഭിണികളും പ്രായമായവരും മാസ്ക് ധരിക്കുന്നത് നല്ലതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ.